നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. പഹൽഗാം കൂട്ടക്കുരുതിയിൽ വ്യാപക പ്രതിഷേധം. ഇരകളായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച വിവിധ സംഘടനകൾ തെരുവിൽ. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. വലപ്പാട് സ്വദേശി പ്രഭുവിനെയാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു. മുൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ ദീപശിഖ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. പഹൽഗാം കൂട്ടക്കുരുതിയിൽ ഇരകളായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഭീകരവിരുദ്ധ പ്രതിജ്ഞയും പ്രതിഷേധ ജ്വാലയും DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് ഉദ്ഘാടനം ചെയ്തു. ഭീകരാക്രമണവുമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന കാശ്മീരി പൗരൻ, അവൻ കുതിരസവാരി നടത്തി ഉപജീവന മാർഗം നടത്തി വരുന്ന ഒരു പാവം കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. ഭീകരർ അവനെ തടഞ്ഞു നിർത്തി അവൻ്റെ പേര് ചോദിച്ച് അവനെ മാറ്റി നിർത്തുമ്പോൾ, അവൻ കൊണ്ടുവന്ന സഹോദരങ്ങളെ പോലെ കൊണ്ടുവന്ന ആളുകളെ ഭീകരർ വധിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ തോക്ക് തട്ടിപ്പറിക്കുന്നതിനും അവരെ തള്ളി മാറ്റുന്നതിനും വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമം മറ്റു ഭീകരരുടെ തോക്കിൻ മുനയാൽ അവൻ കൊല്ലപ്പെടുകയുമുണ്ടായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ PS മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NS സലീമുദ്ദീൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു. PP ജോൺ പ്രതിഷേധ ജ്വാലയ്ക്ക് തിരികൊളുത്തി. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PM ലിഖായത്ത് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബാലസംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ബാലസംഘം ജില്ലാ സെക്രട്ടറി സാൻജോ തോമസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യശ്വന്ത്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, CPM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ബാലസംഘം ഏരിയ സെക്രട്ടറി ആർച്ച തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് വേർതിരിച്ചുകൊണ്ട് കുട്ടികളെയും മറ്റുള്ള ആളുകളെയും വേർതിരിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമാണോ ഹിന്ദുവാണോ? മുസ്ലിമാണെങ്കിൽ കൊല്ലേണ്ടതില്ല, ഹിന്ദു ആണെങ്കിൽ കൊല്ലണം എന്നുള്ള വിധിക്കകത്തുള്ള വിഷയങ്ങളെയാണെന്ത് പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ ബാലസംഘം ഇന്ന് ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പുത്തഞ്ചിറയിൽ BJP പ്രതിഷേധ പ്രകടനം BJP കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് IS ഉദ്ഘാടനം ചെയ്തു. ബിജു TC അധ്യക്ഷനായ യോഗത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജനീഷ് കുറ്റിപ്പറമ്പത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി, സുധീഷ് കുന്നത്ത്, ശ്രീജിത്ത് PS, സുരേഷ് KK എന്നിവർ സംസാരിച്ചു. മതമേതെന്നൊരു ചോദ്യം കൊണ്ട് മരണം പുൽകിയ സോദരരെ നിങ്ങളൊഴുക്കിയ ചോരയ്ക്ക് പകരം ഞങ്ങൾ ചോദിക്കും. ആളറിഞ്ഞ് കളിക്കട നിങ്ങൾ പാകിസ്ഥാനി പട്ടികളെ. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്ന യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ വലപ്പാട് സ്വദേശി പ്രഭുവിനെയാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 200 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികൾക്കും മറ്റും 500 രൂപയ്ക്കാണ് ചെറിയ പൊതി കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ 25ാം വാർഷികാഘോഷം 27-ന് 10:30 ചാലക്കുടി ഹോളി ഫാമിലി ലത്തീൻപള്ളി പാരിഷ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്യും. മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്നത് ഇതിൻ്റെ 25 വർഷം പൂർത്തിയാവുകയാണ്. ഈ 25 വർഷത്തിനിടയ്ക്ക് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ ഈ സെമിനാറിൽ വെച്ച് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ നിങ്ങളെല്ലാവരും ക്ഷണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അബ്ദുൾ ഹക്കീം, ഹേമ കമ്മീഷനൊക്കെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട
വിവരാവകാശ കമ്മീഷണറാണ്. ഡോക്ടർ പി മോഹൻദാസ് റിട്ടയർഡ് ജഡ്ജാണ്. അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ശിവരാജൻ അധ്യക്ഷനാവും. വിവിധ വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് DB ബിനു, പ്രൊഫസർ KB വേണുഗോപാൽ, പി മോഹൻദാസ്, അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, അഡ്വക്കേറ്റ് R മുരളീധരൻ എന്നിവർ ക്ലാസ് എടുക്കും. 200-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ജോയ് കൈതാരത്ത്, VK കാസിം, KV ജോസഫ്, ഡേവിസ് കാഞ്ഞിരത്തിങ്കൽ, KB വേണുഗോപാൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു. മൺമറഞ്ഞ വോളിബോൾ പ്രതിഭകളിൽ പള്ളിമട്ടയിലെ നേവി ജോർജിൻ്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ പകർന്നു നൽകിയ ദീപശിഖ KP രാജേഷ്, പ്രജിത്ത് സദാനന്ദൻ, അമൽ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. പുതിയകാവിലെ MA യൂസഫിൻ്റെ വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കൈമാറിയ ദീപശിഖ KH സഗീർ, KM റഷീദ്, VJ ജുലാഷ് എന്നിവർ സ്വീകരിച്ചു. മതിലകം പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ, വായനശാലകൾ, കളിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം വൈകുന്നേരത്തോടെ ദീപശിഖകൾ മതിലകം ന്യൂ വോളി ഗ്രൗണ്ടിൽ സംഗമിച്ചു. മുൻ ഇൻ്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ ദീപശിഖ സ്ഥാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം കൂട്ടക്കുരുതിയിൽ വ്യാപക പ്രതിഷേധം. ഇരകളായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച വിവിധ സംഘടനകൾ തെരുവിൽ. കണ്ടക്ടർ ജോലിയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന യുവാവിനെ എക്സൈസ് പിടികൂടി. വലപ്പാട് സ്വദേശി പ്രഭുവിനെയാണ് വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടിയത്. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി ദീപശിഖ റാലികൾ സംഘടിപ്പിച്ചു. മുൻ ഇൻ്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് സ്റ്റേഡിയത്തിൽ ദീപശിഖ സ്ഥാപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.